നമുക്ക് അലീനയുടെയും മനുഷ്യങ്ങളുടെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? അതിനുമുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ, വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ നാളത്തെ കഥയും നമ്മൾ കാണുന്ന ബാലേന്ദ്രൻ ഗോവർദ്ധനെ വിളിച്ചുകൊണ്ട് മുറിയിലേക്ക് പോവാണ്. കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ടെന്നും പറഞ്ഞ് അങ്ങനെ മുറിയിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും ഗോവർദ്ധൻ ചോദിച്ചു, എന്താ ബാലേട്ട, എന്താ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞ്. അത് പിന്നെ ഷോപ്പ് തുറക്കുന്നതിനെക്കുറിച്ചാണ്. നാളെ ഷോപ്പ് തുറന്നാലോ എന്ന് ഞാൻ ആലോചിക്കുക. അത് കേട്ട് കഴിഞ്ഞപ്പം ഗോവർദ്ധനം പറഞ്ഞു, അല്ല ബാലേട്ടൻ്റെ ധൈര്യം ഉണ്ടെങ്കിൽ ഞാൻ ഓക്കെ എന്ന് പറഞ്ഞു. ബാലേന്ദ്രൻ പറഞ്ഞു, എനിക്ക് ധൈര്യക്കുറവൊന്നും ഇല്ലയെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ പോലീസിൽ അപേക്ഷ കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു, പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട്. അത് കേട്ട് കഴിഞ്ഞപ്പം ഗോവർദ്ധനം ചോദിച്ചു, അതെന്താ ബാലേട്ടാന്ന് ചോദിച്ചു. അല്ല, നമ്മൾ ഷോപ്പ് തുറക്കണ സമയത്ത് ഇനി അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ആൾക്കാർ വന്ന് ബഹളമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പോലീസുകാരുടെ ആരുടെയും ഒരു ആവശ്യം വേണ്ടി വരുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പോലീസിലൊരു പരാതി കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ഗോവർദ്ധനം പറഞ്ഞു, അതെന്തുകൊണ്ടും നല്ലതാണെന്ന് എനിക്ക് തോന്നേ. അങ്ങനെയാണ് പിന്നെ പേടിക്കണ്ടല്ലോ. പക്ഷേ എന്നാലും സൂക്ഷിക്കണം ബാലേട്ട, ആൾക്കാർ പല വിധമാണ്, അവരെങ്ങനെയാണ് പ്രതികരിക്കുന്നതെന്ന് പറയാൻ പറ്റില്ല. അത് കേട്ടപ്പോൾ ബാലേന്ദ്രൻ പറഞ്ഞു, അങ്ങനെ പറഞ്ഞുകൊണ്ട് നമുക്ക് ഷോപ്പ് അധിക ദിവസം അടച്ചിടാൻ പറ്റില്ലല്ലോ. കാരണം നമ്മുടെ ഷോപ്പ് ജോലി ചെയ്യുന്ന എത്രയധികം സ്റ്റാഫുകളൊക്കെ ഉണ്ട്. അപ്പം അവർക്കും വേണ്ടേ വരുമാന മാർഗ്ഗം, അവരുടെ നിലച്ച് പോയിക്കൊണ്ടിരിക്കുമല്ലോ എന്ന് ചോദിച്ചു. അത് കേട്ടപ്പോൾ ഗോവർദ്ധനം പറഞ്ഞു, ശരി, ഞാനും ഓക്കെ, എന്ത് വന്നാലും നേരിടാൻ തന്നെ നമ്മൾ തയ്യാറായിട്ട് പോകണം. അല്ലെങ്കിലും എത്ര ദിവസം നമുക്ക് കഥ കടച്ചിങ്ങനെ മുറിക്കാതിരിക്കാൻ തന്നെ പറ്റും, അതേ കാലമൊന്നും പറ്റത്തില്ല. അതുകൊണ്ട് ഷോപ്പ് തുറക്കാനാണെങ്കിൽ ഷോപ്പ് തുറക്കാൻ ബാലേട്ടാന്ന് പറഞ്ഞു. പിന്നീട് ബാലേന്ദ്രനോട് ചോദിച്ചു, അല്ല അവരെ ജാമ്യത്തിൽ ഇറക്കുന്ന കാര്യത്തിൽ വല്ല തീരുമാനം ആയെന്ന് ചോദിച്ചു. എന്ത് ചെയ്യാനോ ഗോവർദ്ധന, പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ജാമ്യത്തിൽ ഇറക്കാനായിട്ട് വക്കീലിനോടൊക്കെ സംസാരിച്ചായിരുന്നു. പക്ഷേങ്കിൽ ജാമ്യം കിട്ടാനായിട്ട് സാധ്യത കുറവാണെന്നാണ് പറയണേ. നിസാര കാര്യമൊന്നും അല്ലല്ലോ ഇത്. ഒരു പെൺകുട്ടിയെ 3-4 പേര് ചേർന്ന് റേപ്പ് ചെയ്ത കേസല്ലേ, തലയുർത്തി പിടിച്ച് നടക്കാൻ പറ്റില്ല. നാളെ ഇനിയിപ്പോൾ ഷോപ്പ് തുറന്ന് കഴിയുമ്പോഴത്തേനും അറിയാവുന്ന പരിചയക്കാരൊക്കെ വന്ന് ഓരോന്നൊക്കെ ചോദിക്കുമ്പോൾ അവരുടെ മുന്നിൽ എങ്ങനെ നിൽക്കുമെന്ന് ഓർത്തിട്ടാ. അതൊക്കെ ഓർക്കുമ്പോഴത്തേനും ഇപ്പം തന്നെ വല്ലാത്തൊരു ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു. ഗോവർദ്ധൻ പറഞ്ഞൊരു കാര്യം ചെയ്യുക, ബാലേട്ടൻ വരണ്ട, ഞാൻ പോയി ഷോപ്പ് തുറന്നോളാം. വെറുതെ എന്തിനാ ബാലേട്ടൻ ബുദ്ധിമുട്ടുന്നേ? കാരണം ബാലേന്ദ്രൻ അതൊക്കെ ഉണ്ട്, ടെൻഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇനിയും അറ്റാക്ക് പോലെ എന്തെങ്കിലും വരുമോ എന്ന് ഗോവർദ്ധനം ഭയക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഗോവർദ്ധൻ അങ്ങനെ പറയണേ. അത് കേട്ടപ്പോൾ ബാലേന്ദ്രൻ പറഞ്ഞു, അതൊന്നും സാരമില്ല, നമ്മളെപ്പോഴും എല്ലാം ഫേസ് ചെയ്തല്ലേ മതിയാവുള്ളൂ. മക്കളെ നന്നായിട്ട് വളർത്തിയില്ലെങ്കിൽ ഇതിലപ്പുറവും ചിലപ്പം കാരണവന്മാർ അനുഭവിക്കേണ്ടതായിട്ട് വരും. അതിന് ഉത്തമ ഉദാഹരണമല്ലേ ഇപ്പം ഞാനെന്ന് ചോദിച്ചു. ഗോവർദ്ധനം പറഞ്ഞു, ബാലേട്ട ഇനിയിപ്പോൾ അതൊന്നും ഓർത്ത് ബാലേട്ടൻ ടെൻഷൻ അടിക്കേണ്ടെന്ന് പറഞ്ഞു. അപ്പോഴേക്കും ചായയൊക്കെ ആയിട്ട് കൃഷ്ണമോളും സുലോചനയും കൂടെ അങ്ങോട്ട് വരുവാണ്. പിന്നീട് സുലോചന ചോദിച്ചു, അല്ല അലീന ഇതുവരായിട്ടും വന്നില്ലല്ലോ എന്ന് പറഞ്ഞു. ബാലേന്ദ്രൻ പറഞ്ഞു, അവളെ കൃഷ്ണമോള് വിളിച്ചു നോക്കിയായിരുന്നു, കിട്ടുന്നില്ല, പരിധിക്ക് പുറത്താ പറയണേ. അല്ല ബാലേട്ട, അവളങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ വല്ല പ്രശ്നം ഉണ്ടാവുമോ? അവൾക്കൊരു ആത്മവിശ്വാസമുണ്ട് സുലോചനെ. പിന്നെ നമ്മളൊന്നും പറഞ്ഞാലൊന്നും അവൾ അനുസരിക്കാൻ പോകുന്നില്ല. കാരണം അവളുടെ മനസ്സിലൊരു വിശ്വാസമുണ്ട്, നമുക്കതിനെ തടയിടാൻ പറ്റില്ല എന്ന് പറഞ്ഞു. കുറേ സമയം കഴിഞ്ഞപ്പോഴത്തേനുമാണ് അലീന വരുന്നത്. അങ്ങനെ അലീന വന്ന് കയറി കഴിഞ്ഞപ്പം സുലോചനയെ കണ്ടു കഴിഞ്ഞപ്പോൾ ചോദിച്ചു, അല്ല ആൻറ്റിയൊക്കെ എപ്പോൾ വന്നെന്ന് ചോദിച്ചു. കുറച്ച് സമയമായി. അല്ല നീ ഇതെന്താ ഇത്ര ലേറ്റായെന്ന് ചോദിച്ചു. അത് പിന്നെ അവിടെ ചെന്നിട്ട് പെട്ടെന്ന് ഓടി വരാൻ പറ്റില്ലല്ലോ ആൻറ്റി, കുറച്ച് സമയമൊക്കെ അവിടെ സംസാരിച്ചിരിക്കണ്ടേ, ആ പെൺകുട്ടിയുടെ മനസ്സിന് ധൈര്യം പകരണ്ടേന്ന് ചോദിച്ചു. സുലോചന ചോദിച്ചു, അതിൻ്റെ ആവശ്യമുണ്ടോ? കാരണം അങ്ങനെ അങ്ങ് ചെന്നിട്ടുണ്ടെങ്കിൽ അത് അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന കാര്യമാണോ? അല്ലെങ്കിലും അവിടേക്ക് ചെല്ലുന്നത് നല്ല കാര്യമാണെന്ന് എനിക്ക് തോന്നില്ല എന്ന് പറഞ്ഞു. അലീന പറഞ്ഞു, ശരിയാ, മറ്റുള്ളവർക്ക് അങ്ങനെ തോന്നുമായിരിക്കും, പക്ഷേ എൻ്റെ കണ്ണിൽ നോക്കുമ്പോൾ ആ പെൺകുട്ടി എൻ്റെ അനുജത്തിയായിട്ട് എനിക്ക് തോന്നും. കാരണം നാളെ കൃഷ്ണമോൾക്കോ ബബിതയ്ക്കോ ആർക്കെങ്കിലും ഇങ്ങനെ ഇതുണ്ടാകുന്നെങ്കിൽ ഞാൻ വെറുതെ ഇരിക്കുമോ? ഇല്ല. അപ്പോൾ അതുപോലെ എനിക്ക് തോന്നേ, എൻ്റെ സഹോദരന്മാരാണല്ലോ അങ്ങനെ ക്രൂരത ചെയ്തേ. അപ്പോൾ ആ പെൺകുട്ടിയെ പോയി ആശ്വസിപ്പിക്കേണ്ട എൻ്റെ ചുമതലയാണെന്ന് തോന്നി. അവളെ ജീവിതത്തിലേക്ക് കൈപിടിച്ച് നടത്തിക്കേണ്ട എൻ്റെ ഉത്തരവാദിത്വമാണെന്ന് എനിക്ക് തോന്നി. ഒരു നിമിഷം സുലോചനയ്ക്ക് എന്തും മറുപടി പറയണമെന്ന് അറിയില്ല. സുലോചനയ്ക്ക് ഉത്തരം മുട്ടി. കാരണം അതുപോലെയായിരുന്നു അലീനയുടെ വാക്കുകൾ. നല്ല ഉറച്ച വിശ്വാസമായിരുന്നു, ഒരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. ആ ഒരു ആത്മധൈര്യത്തോട് കൂടിയിട്ടാണ് അലീന പറയണേ. പിന്നീട് സുലോചന പറഞ്ഞ്, നിൻ്റെ ഇഷ്ടം എന്താണെന്ന് വെച്ചാൽ. അപ്പോഴേക്കും അലീന പറഞ്ഞു, അതല്ല ആൻറ്റി, ഞാൻ ആദ്യം അവളെ കാണുന്ന സമയത്ത് അവളുടെ അവസ്ഥയൊന്ന് കാണണമായിരുന്നു. പക്ഷേ ഞാൻ 2 ദിവസം ചെന്നുള്ളൂ. പക്ഷേങ്കിൽ അവളുടെ മുഖത്തൊരു പ്രകാശമൊക്കെ വീണു. ആൻറ്റി അവളെ ഒന്ന് കാണണം. കൃഷ്ണമോളുടെ അത്രയും പോലും ഇല്ല ആ പെൺകുട്ടി. എന്നിട്ടാണ് അതോടെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും സുലോചനയ്ക്കും വല്ലാണ്ടായിപ്പോയി. കുറച്ച് സമയം കൂടെ സംസാരിച്ചിരുന്നിട്ടാണ് സുലോചനയും ഗോവർദ്ധനും ഒക്കെ പോകുന്നത്.
ആ സമയത്ത് ബാലേന്ദ്രൻ പറഞ്ഞു, അല്ല നിൻ്റെ ഫോണിലേക്ക് കൃഷ്ണമോൾ വിളിച്ചു കഴിഞ്ഞപ്പോൾ പരിധിക്ക് പുറത്തായിരുന്നല്ലോ, എന്താണെന്നൊക്കെ ചോദിച്ചു. അത് പിന്നെ അച്ഛാ അവിടെ റേഞ്ച് കുറവായിരുന്നു. റേഞ്ച് കുറവെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, വീട്ടിലിരിക്കുന്നവരെന്ത് വിശ്വസിച്ചിരിക്കും? നിന്നെ കാണാതെ ഒന്നിയുമ്പോൾ ഫോൺ വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ ടെൻഷൻ ആവില്ലേന്ന് ചോദിച്ചു. അത് പിന്നെ സോറി അച്ഛാ, അവിടെ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ ഇവിടുത്തെ കാര്യത്തെക്കുറിച്ച് ചിന്തിക്കാൻ പോലും സമയമില്ല, നമ്മൾ വേറെ ഏതോ ഒരു ലോകത്ത് എന്ന പോലെയാണ്. ബാലേന്ദ്രൻ പറഞ്ഞു, അത് ശരി, അപ്പം അങ്ങനെയല്ലേ, ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നീ വീടിനെക്കുറിച്ച് മറന്നുപോയല്ലേ? അങ്ങനെയല്ലച്ചാ, അവിടുത്തെ അന്തരീക്ഷം വേറൊരു അന്തരീക്ഷമാണ്. നമുക്ക് എങ്ങനെയെങ്കിലും ആ കുഞ്ഞിനെ ഒന്ന് കൈ പിടിച്ച് മുന്നോട്ട് നയിക്കണമെന്ന് മാത്രം എൻ്റെ മനസ്സിൽ ആ സമയത്തുള്ളൂ, അല്ലാതെ വേറൊരു ചിന്ത എൻ്റെ മനസ്സിലേക്ക് വരത്തില്ല എന്ന് പറഞ്ഞു. പിന്നീട് അലീന മുറിയിലേക്ക് പോയി ഡ്രസ്സൊക്കെ മാറി വന്ന് അടുക്കള കയറി ജോലികളൊക്കെ തുടർന്നു. അതിനുശേഷം കുറേ സമയം കഴിഞ്ഞിട്ടാണ് ശിവശങ്കരൻ അങ്ങോട്ടേക്ക് വരുന്നത്. അങ്ങനെ ശിവശങ്കരൻ വന്നു കഴിഞ്ഞിട്ട് ബാലേന്ദ്രനുമായിട്ട് സംസാരിക്കുകയാണ്. ആ സമയം ബാലേന്ദ്രൻ ചോദിച്ചു, അല്ല വക്കീൽ എന്തു പറഞ്ഞു? ശിവേട്ടൻ വക്കീലെ കാണാൻ പോയെന്നൊക്കെ അറിഞ്ഞായിരുന്നല്ലോ. എന്ത് പറയാനായിട്ടാ, പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല, ഇനിയിപ്പം 30 ദിവസം റിമാൻഡിൽ കിടക്കുമല്ലേ, അതിനുശേഷം അറിയാൻ കാര്യങ്ങൾ, എന്നാലും ജാമ്യം കിട്ടാനായിട്ട് ബുദ്ധിമുട്ടാന്ന് പറഞ്ഞു. ഇനി ആ പെൺകുട്ടി മൊഴി കൊടുക്കുന്ന പോലെ ഇരിക്കും കാര്യങ്ങൾ. അവളാ, അതെ, അവളും മൊഴി കൊടുക്കുന്ന പോലെ ഇരിക്കും. ഒരു പക്ഷേങ്കിൽ അവൾ എന്താ മൊഴി കൊടുക്കണമെന്ന് അറിയത്തില്ല, അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കുടുങ്ങുമെന്ന് പറഞ്ഞു. അകത്ത് കിടക്കത്തുള്ളെന്ന വക്കീൽ പറയണേ, എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ല. ആ പെങ്കൊച്ച് മൊഴി മാറ്റി പറയുകയാണെങ്കിൽ പ്രശ്നമില്ല, അതിനൊന്നും സ്വാധീനിക്കാൻ പറ്റുമായിരുന്നു, നല്ല കാര്യമായിരുന്നു പറഞ്ഞു. ബാലേന്ദ്രൻ പറഞ്ഞു, അതെങ്ങനെ സ്വാധീനിക്കാൻ പറ്റും? അതൊക്കെ വല്ലതും നടക്കുന്ന കാര്യമാണോ ശിവേട്ടാന്ന് ചോദിച്ചു. എന്ത് ചെയ്യാൻ പറ്റും? അല്ല അലീന അവിടേക്ക് പോകുന്നില്ലേ, ശരണ്യയുടെ വീട്ടിൽ പോകുന്നല്ലേന്ന് ചോദിച്ചു. അപ്പോഴേക്കും അലീന ശിവശങ്കരന് കുടിക്കാനുള്ള ചായയൊക്കെ ആയിട്ട് അങ്ങോട്ട് വന്നു. പിന്നീട് ബാലേന്ദ്രനോട് പറഞ്ഞു, അല്ല ഒരു കാര്യം ചെയ്യാം, അലീന പറഞ്ഞ അവൾ കേൾക്കില്ലേന്ന് ചോദിച്ചു. അപ്പോഴേക്കും ബാലേന്ദ്രൻ എന്ത്? അല്ല അത് പിന്നെ മൊഴി മാറ്റി പറയാനായിട്ട്. അത് കേട്ട് കഴിഞ്ഞപ്പോൾ അലീന ബാലേന്ദ്രനെ നോക്കി. പിന്നീട് ശിവശങ്കരൻ പറഞ്ഞു, അല്ല ഇപ്പം ശരണ്യയുടെ വീട്ടിൽ പോയിട്ട് നിങ്ങൾ തമ്മിലൊരു ടൈപ്പ് ഉണ്ടല്ലോ, അങ്ങനെയാണെങ്കിൽ ആ പെൺകുട്ടിയെ സ്വാധീനിക്കുകയാണെങ്കിൽ അവർ ചെയ്തിട്ടില്ല, ഇവർ രണ്ടുപേരും ചെയ്തിട്ടില്ലെന്ന് വരുത്തി തീർക്കുകയാണെങ്കിൽ നല്ല കാര്യമല്ലേ? അങ്ങനെയാണെങ്കിൽ അവരുടെ ഭാവി ഇല്ലാതായി തീരത്തില്ല, അവർക്ക് പുറത്തിറങ്ങാനും പറ്റുമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ അലീന പറഞ്ഞു, ഞാൻ അങ്ങനെ ഒരിക്കലും ചെയ്യില്ലെങ്കിലേ, കാരണം നാളെ ഇതിപ്പോൾ അങ്കിളിൻ്റെ വീട്ടിലോ എൻ്റെ വീട്ടിലോ സംഭവിച്ചിട്ടുണ്ടെങ്കിലും ഞാൻ ഇങ്ങനെയൊക്കെ നിലപാടെടുക്കുകയുള്ളൂ, എനിക്കൊരിക്കലും അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം ആ പെൺകുട്ടി എന്നെപ്പോലൊരു പെൺകുട്ടിയാണ്, അതിനാണ് സംഭവിച്ചിരിക്കുന്ന മുഴുവനും. ഇതാരും നിർബന്ധിച്ചുകൊണ്ട് ചെയ്യിച്ചൊന്നും അല്ലല്ലോ. എന്നിട്ടോ ഇനി ഞാൻ അവളെ സ്വാധീനിക്കണമല്ലേ, അവളെ ജീവിതത്തിലേക്ക് കൈ പിടിച്ചുകൊണ്ട് ഞാൻ പെടാപ്പാട് വിടുക. അങ്കിളിനതറിയാവോ? ഒരു പക്ഷേങ്കിൽ ഈ സമയത്ത് അവളെ കൈ പിടിച്ച് കയറ്റാൻ ആരുമില്ലെങ്കിൽ അവളെന്തെങ്കിലും ആത്മഹത്യ എന്തെങ്കിലും ചെയ്തു പോകും. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ എന്താ സംഭവിക്കുന്നത് അങ്കിളിനറിയാവോ? ആത്മഹത്യ പ്രണയ കുറ്റത്തിനും കൂടെ അകത്ത് കിടക്കും വീണ്ടും വർഷങ്ങൾ. അത് കേട്ടപ്പോൾ ശിവശങ്കരൻ എന്ത് ചെയ്യണമെന്നറിയില്ല. ബാലേന്ദ്രൻ പറഞ്ഞു, എന്തിനാ ശിവേട്ട അവരെ സ്വാധീനിക്കേണ്ട കാര്യമൊന്നുമില്ല, തെറ്റ് ചെയ്തൊരു ശിക്ഷ അനുഭവിക്കട്ടെ, അതാണ് എൻ്റെ പോളിസി. അലീന പറഞ്ഞു, ഞാനും അങ്ങനെ തന്നെ പറയണേ, തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ശിക്ഷ കിട്ടണം, തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ പ്രശ്നമില്ല എന്ന് പറഞ്ഞിട്ട് അലീന അങ്ങോട്ട് കയറിപ്പോയി. ശിവശങ്കരന് പിന്നെ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, കാരണം മകനായി പോയില്ലേ. ആരുടെയൊക്കെ കാല് പിടിക്കാവോ അവരുടെയൊക്കെ ഒന്ന് കാല് പിടിച്ചു നോക്കി, പക്ഷെ അതും കൊണ്ടൊന്നും ഒരു പ്രയോജനമില്ല. എല്ലാവരും പറയണേ വേറെ എന്ത് കേസാണെങ്കിലും എങ്ങനെയാലും ജാമ്യം എടുക്കാം, പക്ഷേ ഇതങ്ങനെയല്ല, ഇതങ്ങനെ ഒരു കേസുമല്ല. 3-4 പേര് കൂടി ഒരു പാവം പൊളിച്ച പെങ്കുച്ചിനെ പീഡിപ്പിച്ച കേസാണ്. അപ്പോൾ അതുകൊണ്ട് നിസ്സാരമായിട്ട് തള്ളിക്കളയാൻ പറ്റുന്നില്ല. കോടതിയിലാണെങ്കിൽ ശരി, ജാമ്യം കിട്ടാനുള്ള ഒരു വകുപ്പും കാര്യങ്ങളും പോലും ഇല്ല. അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോഴത്തേനും ശിവശങ്കരനും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പിന്നീട് ശിവശങ്കരന് വീട്ടിലേക്ക് തിരികെ പോവാണ്. കുറേ സമയം കഴിഞ്ഞപ്പോൾ അലീനയുടെ ഫോണിലേക്ക് മണിശങ്കർ വിളിക്കുകയാണ്. മണിശങ്കർ വിളിച്ചിട്ട് ചോദിച്ചു, നീ ഇത് എവിടെയാന്ന് ചോദിച്ചു. അപ്പോഴേക്കും അലീന പറഞ്ഞു, ഞാൻ കടപ്പാട്ട് വീട്ടിലുണ്ട്. എത്ര സമയമായി അലീന നിന്നെ വിളിക്കണേ? വിളിക്കുമ്പോൾ എല്ലാം പരിധിക്ക് പുറത്ത്, വിളിച്ചാലും കിട്ടത്തില്ല, നീ എന്തെടുക്കുവാന്ന് ചോദിച്ചു. അല്ലാതെ മനുവേട്ട, ഞാൻ അവിടെ പോയിട്ട് എവിടെ പോയിട്ട്, ഇന്നലെ ഇത് തന്നെയായിരുന്നല്ലോ പറഞ്ഞത്. അത് കേട്ടപ്പോൾ അലീന പറഞ്ഞു, മനുവേട്ടനെ അറിയാലോ, എനിക്ക് അങ്ങോട്ടേക്ക് പോവാതിരിക്കാൻ പറ്റില്ല, അതിന് തക്കതായ കാരണം ഉണ്ടെന്ന് പറഞ്ഞു. അലീനെ, ഒരു കാര്യം ഞാൻ പറയാം, എനിക്ക് അതിനോട് ഒട്ടും യോജിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്കും അലീന പറഞ്ഞു, മനുവേട്ട, എനിക്കിപ്പോൾ ആരൊക്കെ യോജിച്ചില്ലെങ്കിലും എനിക്ക് പോവാതിരിക്കാൻ പറ്റില്ല. ഒരു പക്ഷേ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടാൽ പോലും ഞാൻ അവളുടെ അടുത്തേക്ക് പോവും. കാരണം അവളുടെ മനസ്സ് അത്രമാത്രം വേദനിച്ചിട്ടുണ്ടായിരുന്നു. അവളെ ജീവിതത്തിലേക്ക് കൈ പിടിച്ചുകൊണ്ട് വരണ്ടേ, എനിക്ക് അവളെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണം. അത് കേട്ടപ്പോൾ മനുഷ്യങ്ങളോട് കാര്യമൊക്കെ കാര്യം തന്നെ, പക്ഷേ ഇന്നലെ നിനക്ക് അവിടെ ചെന്നപ്പോഴുള്ള അനുഭവം ഞങ്ങൾക്കറിയാം, അത് വെച്ചാൽ പറയണേ, നിനക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയെങ്കിലോ,
ഒന്നും സംഭവിക്കില്ല മനുവേട്ട, അതെനിക്ക് ഉറപ്പുണ്ടെന്ന് പറഞ്ഞു. അതെങ്ങനെ നിനക്ക് ആത്മവിശ്വാസത്തോടെ പറയാൻ പറ്റും? ഇല്ല, എൻ്റെ മനസ്സിൽ അങ്ങനെ തോന്നുന്നു. നമുക്ക് നമ്മുടേതായ ഒരു ആത്മവിശ്വാസവും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് വെച്ചാൽ ഞാൻ പറയണത്. ഒന്നും സംഭവിക്കില്ല എന്ന്. ഇനിയിപ്പം സംഭവിച്ചാലും ആ പെൺകുട്ടിക്ക് സംഭവിച്ചിടത്തോളം വലിയ ദുരന്തങ്ങളൊന്നും എനിക്ക് സംഭവിക്കാൻ പോകുന്നില്ലോ, അതോർത്ത് എനിക്ക് യാതൊരു പേടിയില്ലെന്നൊക്കെ പറയണം. പിന്നെ മനുവിന് എന്തു പറയണമെന്ന് അറിയത്തില്ല. കാരണം പറഞ്ഞിട്ടും കാര്യമില്ല, അവളുടെ അടുത്ത് പറഞ്ഞ് നിൽക്കാനായിട്ട് സാധിക്കില്ല എന്ന് മനസ്സിലായി. പിന്നീടാണ് ബാലേന്ദ്രന് കൊല്ലപ്പള്ളി വീട്ടിലേക്ക് പോകുന്നത്. അങ്ങനെ അവിടെ ചെന്ന് മുത്തശ്ശിയെ കാണുന്നുണ്ട്. കാണുന്ന സമയത്ത് സൗദാമിനി മുത്തശ്ശി പറഞ്ഞു, എന്നാലും എൻ്റെ ബാല ഇങ്ങനെയൊക്കെ സംഭവിച്ചല്ലോ, എന്ത് ചെയ്യാനാന്ന് പറ. ഇതൊക്കെ കാണാനും കേൾക്കാനും മാത്രമാണല്ലോ ഞാനിങ്ങനെ കിടക്കണത്. ഇതിനേക്കാളും ഭേദം മുകളിലേക്ക് അങ്ങനെ പോകുന്നായിരുന്നു. അത് കേട്ടപ്പോൾ ബാലേന്ദ്രൻ പറഞ്ഞു, അത്ര പെട്ടെന്ന് അങ്ങനെ പോകാൻ പറ്റുമോയെന്ന് ചോദിച്ചു. അങ്ങനെയൊന്നും പെട്ടെന്ന് പോകാൻ പറ്റില്ല. കാരണം കല്യാണത്തിന് മുമ്പ് പിടിച്ചു പ്രസവിച്ച ഒരു പെണ്ണിനെ നല്ലവനായ ഒരു ചെറുപ്പക്കാരൻ്റെ ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ട് വന്നിട്ട് അവൻ്റെ ജീവിതം നശിപ്പിച്ച് പിന്നെ ഒന്നും അല്ലാതാക്കി കളഞ്ഞില്ലേ. ഇത്രയും നല്ലൊരു ഭർത്താവിന് നല്ലൊരു ജീവിതം കിട്ടിയിട്ട് അത് കെടാവിളക്ക് പോലെ കാത്തു സൂക്ഷിക്കാൻ പറ്റാത്ത ഒരു ഭാര്യയാണ് എൻ്റെ ഭാര്യ. അങ്ങനെയുള്ളൊരു എൻ്റെ ഭാര്യയെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണ്ടായിരുന്നു നിങ്ങളുടെ മകളല്ലേ അവൾ. നല്ലൊരു ജീവിതമല്ലായിരുന്നു അവൾക്ക് കിട്ടിയത്. എന്നിട്ട് എന്താ സംഭവിച്ചേ? അവളതെല്ലാം തല്ലിക്കെടുത്ത് നശിപ്പിച്ചില്ലേന്ന് ചോദിച്ചു. അപ്പോഴേക്കും സൗദാമിനി അമ്മയുടെ മുഖമൊക്കെ അങ്ങോട്ട് മാറി. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥയായിപ്പോയി. ആ സമയം ബാലേന്ദ്രൻ പറഞ്ഞു, നിങ്ങളാരും വിഷമിക്കാൻ വേണ്ടിയൊന്നും പറഞ്ഞല്ല, ഞാൻ എൻ്റെ അവസ്ഥയെക്കുറിച്ച് പറഞ്ഞാൽ. ഒരു പക്ഷേങ്കിൽ ഈ വൈജ നല്ലതായിരുന്നെങ്കിൽ ഇപ്പം രോഹിത് ഇങ്ങനെയൊന്നും ചെയ്യത്തില്ലായിരുന്നു. കാരണം ഞങ്ങളെന്തേലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത് പ്രശ്നമാവും. അവൾ പറയും, പിന്നെ എൻ്റെ മകൻ അങ്ങനെയും ചെയ്യത്തില്ലെന്നോ പറയത്തുള്ളൂ. ഇപ്പം കുറ്റം മുഴുവൻ അലീനയുടെ തലയിലാണ്. അവളെന്തോ വലിയ തെറ്റ് ചെയ്തിട്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്നാണ് വൈജ പറയണത്. എത്ര പറഞ്ഞാലും അവളുടെ തലയിലേക്ക് കയറത്തില്ല. അല്ല, നിങ്ങളുടെ മോളല്ലായിരുന്നോ? നിങ്ങൾക്ക് അവളോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റായിരുന്നോ? ഒന്നുമില്ലെങ്കിലും കല്യാണത്തിന് മുമ്പ് ഇങ്ങനെയൊക്കെ നടന്നവളല്ലേ. കല്യാണത്തിന് ശേഷമെങ്കിലും അവളോട് മര്യാദയ്ക്ക് ഒതുങ്ങിക്കൂടി ഒന്ന് ജീവിക്കാൻ പറയാൻ മേലായിരുന്നു എന്ന് ചോദിച്ചു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ എന്ത് പറയണമെന്നറിയില്ലാതെ സൗദാമിനി മുത്തശ്ശി ആകെപ്പാടെ വല്ലാതെ ഇരിക്കുവാണ്. കാരണം ഉത്തരം മുട്ടിപ്പോയി, എന്ത് മറുപടി പറയാനായിട്ടാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.